നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യം ഫോണിലാണ് വിളിച്ചത്. അതെ ഫോണിൽ വിളിച്ചിട്ടാണ്. നേരിട്ട് കാണുമായിരുന്നു. അതെ തോട്ട് വരാൻ പറയും. ഇന്നലെയാണോ ഇന്നാണോ സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്ന് വിപിന്റെ പേജിലാണ് ഇട്ടത്. അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഉണ്ണിയുടെ മാനേജറായ സമയത്ത് തന്നെ നിങ്ങളൊരു കൺസൾട്ടന്റ് ആണല്ലോ, പി ആർ കൺസൾട്ടന്റ് ആണല്ലോ. ഞാൻ പി ആർ കൺസൾട്ടന്റ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് പറഞ്ഞു. ഉണ്ണിക്ക് അറിയുന്നല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം. ഞാൻ പറഞ്ഞു ഇതിനടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്, അത് എന്റെ പ്രശ്നമല്ല. ഈ ഫോണിലും നേരിട്ടും ഒക്കെ എന്താണ് പറയുന്നത്? ഉണ്ണി എന്താണ് ഈ അസഭ്യം പറഞ്ഞത്? അല്ല അതൊക്കെ ഞാനത് മൊഴി കൊടുത്തിട്ടുണ്ട്. അത് വഴി അവർ പറയും. കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് ഞാൻ ഫെഫ്റ്റയിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, എല്ലാ സംഘടനയിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് താങ്കളുടെ ഫ്ലാറ്റിലേക്ക് വന്ന് അതെ വിളിപ്പിക്കുകയായിരുന്നു. അതെ പാർക്കിംഗിലേക്ക്, ബേസ്മെന്റ് പാർക്കിംഗിലേക്ക് വിളിപ്പിച്ചിട്ട്. അതെ എനിക്കറിയില്ല, ഉണ്ടാവും, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാനത് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് ഇന്റിമേഷൻ പോയായിരുന്നു. നേരിട്ട് ഒന്ന് പോയിട്ടുണ്ടാവില്ല. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. നേരിട്ട് ഒന്ന് പരാതിപ്പെടുകയായിരുന്നു. ഈ മർദ്ദനം എങ്ങനെയാണ് വർദ്ധിച്ചത്? ആയുധം വെച്ചാണോ? അല്ല ആയുധമൊന്നും ഇല്ലായിരുന്നു, അല്ലാതെ മർദ്ദിക്കായിരുന്നു. കൈകൊണ്ട്. അതെ ഞാൻ പിന്നെ അത് എസ്കേപ്പ് ആയി മാറുമായിരുന്നു. താങ്കളൊരു കണ്ണടയൊക്കെ ചവിട്ടി പൊട്ടിച്ചിരുന്നു. അതെ ഏതാണ്? എന്റെ ഒരു കണ്ണടിയൊക്കെ ചവിട്ടി പൊട്ടിച്ചു. അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് തന്ന കണ്ണടി. ഏത് താരമാണ് അത്? ഈ ഇതിന് ശേഷം എന്തെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്നെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ പിന്നെ സംസാരിക്കാം. എനിക്ക് വയ്യ, തീരെ വയ്യ. ഞാൻ രാവിലെ ഇറങ്ങി.